ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ യേശു കർത്താവ് കഫർന്നഹൂമിൽ ഒരു വീട്ടിൽ ചെന്ന ഒരു അനുഭവത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ 4 ആൾ ഒരു പക്ഷാരോഗി ചുമന്നു കൊണ്ടുവരുന്നു. വാതിൽക്ക് കൂടി കടക്കാൻ സാഹചര്യ സമയത്ത് അവ ഇരുന്ന പുരയുടെ മേൽക്കുര പൊളിച്ച് കിടക്കോടുകൂടി ഈ രോഗിയെ കർത്താവിന്റെ അടുക്കി ഇറക്കി വെക്കുന്നുണ്ട്. അവിടെ യേശു കർത്താവ് ഈ വ്യക്തിയെ കണ്ട ഉടനെ പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. തികച്ചും വൈരുദ്ധ്യമായ ഒരു പ്രസ്താവനയാണ് യേശു കർത്താവ് അവിടെ പറയുന്നത്. അത് മറ്റൊന്നുമല്ല, ഒത്തിരി ഡോക്ടർമാരെയും വൈദ്യന്മാരെയും കാണിച്ച് ഭേദം വരാത്ത ഈ പക്ഷാതി രോഗിയെ 4 ആളുകൾ വിശ്വാസത്തോടുകൂടി യേശു കർത്താവിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും സൗഖ്യം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ കടന്നു വന്നിട്ട് ബുദ്ധിമുട്ടി പേനക്കുര പൊളിച്ച് കിടക്കോടുകൂടി താഴേക്ക് ഇറക്കി വെച്ച ശേഷം യേശു കർത്താവ് ആദ്യം പറയുകയാണ്, മകന്റെ നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു. ശേഷം കർത്താവ് അവനെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കർത്താവ് ആദ്യം പറഞ്ഞത് അവന്റെ രോഗത്തെ സൗഖ്യമാക്കല കർത്താവ് ചെയ്തത്. കർത്താവ് ആദ്യം ചെയ്തത് അവന്റെ പാപത്തെ മോചിക്കുകയാണ് ചെയ്യുന്നത്. ഏത് വ്യക്തിക്കും ആദ്യം ആവശ്യമായിരിക്കുന്നത് പാപസൗഖ്യമാണ്. ആദ്യം ആവശ്യമായിരിക്കുന്നത് പാപസൗഖ്യം ലഭിക്കാതെയുള്ള രോഗസൗഖ്യം ലഭിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ആത്മാവിന്റെ രക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആത്മാവിന്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ശാരീരികമായ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഈ ഭാഗം നമ്മെ വിളിച്ചു ഓതുന്നു. PPC ബിഷപ്പ് ഇന്ത്യയുടെ കുടുംബസംഗമം ഈ ഓഗസ്റ്റ് 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് കുന്നോളം കൊളന്നൂർ മണ്ഡപത്തിൽ വെച്ച് നടത്തുമ്പോൾ നമ്മുടെയും ചിന്ത തന്നെയാണ്, ഏത് വിധേനയും ഒരു ആത്മാവിനെ നേടണം. കർത്താവിന് വേണ്ടി ഒരു ആത്മാവിനെ എങ്ങനെ നേടിയെടുക്കണം എന്നുള്ള തത്രപ്പാടിൽ നമ്മളെല്ലാവരും മിഷന്റെ ഭാരവാഹികളും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണല്ലോ. ഇതിനോടകം 950-ൽ പരം ആളുകളാണ് നമുക്ക് ക്ഷണിക്കാനുള്ളത്. അതിൽ ഒരു 400 ചില ആളുകൾക്ക് നമ്മൾ ലെറ്റർ അയച്ചിട്ടുണ്ട്. മറ്റുള്ളവരെല്ലാം നേരിൽ കണ്ട് സംസാരിക്കുന്നു, വിളിക്കുന്നു. നിങ്ങൾ എന്തായാലും വരണമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു വലിയൊരു പ്രതീക്ഷയോടെയാണ് മിഷൻ ഭാരവാഹികൾ ഈ വർഷത്തെ ഓഗസ്റ്റ് മാസത്തെ കുടുംബസംഗമത്തെ നമ്മൾ തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ വർഷക്കാർ ഉപരിയായി കൊണ്ട് കർത്താവ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരുക്കങ്ങളും ഉപവാസ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഒരുക്ക പ്രാർത്ഥനയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടിച്ച എല്ലാ നോട്ടീസും ഫയൽ കോപ്പി കൂടാതെ എല്ലാ നോട്ടീസും നമ്മൾ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, എല്ലാ ദൈവമക്കളും അത് ഈ കുടുംബസംഗമത്തിന് വേണ്ടി പങ്കെടുക്കാൻ വരുമെന്ന് വിശ്വസിക്കുന്നു. ഓഗസ്റ്റ് മാസം 15-ാം തീയതി വൈകിട്ട് 5 മണിക്ക് നടത്തപ്പെടുന്ന ഈ ഒരു സംഗമത്തിൽ നിങ്ങൾ വിലയേറിയ പ്രാർത്ഥനയും സഹകരണവും മിഷൻ പ്രതീക്ഷിക്കുകയാണ്. തിരിച്ചു പോകുവാൻ നമ്മൾ വാഹനക്രമീകരണമുണ്ട്. ആർക്കെങ്കിലും താമസസൗകര്യം ആവശ്യമാണെങ്കിൽ നമ്മളത് ഒരുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ. മിഷന്റെ കൊടൈക്കനാൽ, പളനി ആൻഡ് ആന്ധ്ര മിഷൻ ഫീൽഡുകളിലെ നമ്മുടെ പ്രവർത്തകർ ഈ മീറ്റ് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും തനിയെ വരാതെ കുടുംബമായി ഒരുമിച്ച് കടന്നു വന്നുകൊണ്ട് ഈ ധന്യ നിമിഷത്തിൽ ആത്മീയ ആ കൂട്ടായ്മയിൽ പങ്കെടുക്കുമല്ലോ. ദൈവമേ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.